എല്ലാവർക്കും നമസ്കാരം. സായിറാം. തത്വബോധം നമുക്ക് തുടർന്ന് നോക്കാം. വാസുദേവേന്ദ്ര യോഗീന്ദ്രം നത്വാ ജ്ഞാനപ്രദം ഗുരും മുമുക്ഷൂണാം ഹിതാർത്ഥായ തത്വബോധോഭിധീയതേ. അങ്ങനെ സാധനാ ചതുഷ്ടയ സമ്പത്തി നമ്മൾ നോക്കി. അപ്പോ സാധനാ ചതുഷ്ടയ സമ്പത്തി നേടുവാൻ സാമാന്യ ഉപായത്തെ ശാസ്ത്രം പറഞ്ഞു തന്നു. ധർമ്മ അനുഷ്ഠാനം, ധാർമ്മിക ജീവനം, കർമ്മയോഗം. സാധനാ ചതുഷ്ടയ സമ്പത്തി ഉള്ളവർക്ക് കർമ്മയോഗം വേണ്ട എന്ന് പറയുന്നു. വിവേകം, വൈരാഗ്യം, മുമുക്ഷുത്വം മുതലായവ വേണ്ട അളവിൽ ആർക്കാണോ ഇല്ലാത്തത് അവർ കർമ്മയോഗം നന്നായിട്ട് അനുഷ്ഠിക്കണം. ക്ഷമാതിഷ്ക സമ്പത്തി കൊടുക്കുന്നത് ഉപാസന, ധ്യാനം, ഭക്തി എന്നിവയാണ്. വേദത്തിലെ കർമ്മകാണ്ഡത്തില് സാധനാ ചതുഷ്ടയ സമ്പത്തിക്ക് വേണ്ടി ഉള്ള കർമ്മങ്ങളും ഉപാസനയും ഒക്കെ വരുന്നുണ്ട്. അപ്പോ അത് ചെയ്തു കഴിഞ്ഞാൽ ഈ പോരായ്മകളൊക്കെ അവിടെ തീരും. അപ്പോ തത്വവിവേകസ്യ അധികാരിണോ ഭവന്തി എന്ന്. തത്വവിവേകസ്യ അധികാരിണോ ഭവന്തി. സാധനാ ചതുഷ്ടയ സമ്പത്തി നേടിയ ശേഷം വിവേകത്തിന് അധികാരിയായി തീരുന്നു. അപ്പൊ ആദ്യം വരുന്നത് അധികാരിത്വം നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിനാണ് സാധനാ ചതുഷ്ടയ സമ്പത്തി വേണം എന്ന് പറയുന്നത്. അപ്പോ തത്വവിവേകം പഠിക്കാനുള്ള അർഹത നേടലാണ് ഇത്രയും നാള് നമ്മൾ തത്വബോധത്തിൽ പഠിച്ചു വന്നത് അധികാരിത്വ വിചാരമാണ്. അതാണ് ഫസ്റ്റ് ടോപ്പിക്, അധികാരിത്വ വിചാരം. തത്വബോധത്തില് 5 ടോപ്പിക്കുകളാണ് തത്വബോധം എന്നുള്ളതിൽ മെയിൻ ആയിട്ട് വരുന്നത്. 1 അധികാരിത്വം, 2 ജീവവിചാരം, അതായത് നമ്മളെ പറ്റിയുള്ള വിചാരം, 3 സൃഷ്ടി വിചാരം, അതായത് ഈശ്വര വിചാരം, ലോകത്തെക്കുറിച്ചുള്ള വിചാരം. 4മതായിട്ട് വരുന്നത് മഹാവാക്യ വിചാരം, അതായത് ജീവ ഈശ്വര സംബന്ധ വിചാരം. 5മതായിട്ട് ഫലം അഥവാ പ്രയോജനം. ഈ 5 ശരിക്കും തത്വബോധം പഠിക്കുമ്പോൾ നമ്മൾ 5 ചാപ്റ്ററായിട്ട് നമുക്ക് ശരിക്കും വരുന്നത്. അധികാരിത്വം, ജീവവിചാരം, സൃഷ്ടി വിചാരം, മഹാവാക്യ വിചാരം, ഫലവിചാരം അഥവാ പ്രയോജനം. അപ്പൊ ഇതില് അധികാരിത്വം എന്നുള്ള ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്തത്. അടുത്തത് വരുന്നത് ജീവവിചാരം എന്നുള്ള ഭാഗമാണ്. അവിടുത്തെ തുടക്കത്തെ ചോദ്യം തത്വവിവേകഃ കഹ. തത്വവിവേകം എന്നാൽ എന്ത് എന്നാണ് ചോദ്യം വരുന്നത്. തത്വവിവേകഃ കഹ. അതിനുള്ള മറുപടി ആത്മാസത്യം തദന്യത് സർവം മിഥ്യേതി എന്നാണ്. ആത്മാ സത്യം തദന്യത് സർവം മിഥ്യേതി എന്നാണ് അതിനുള്ള മറുപടിയായിട്ട് വരുന്നത്. നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോ തത്വബോധം എന്ന ഗ്രന്ഥത്തില് വേദാന്തത്തിലെ മുഖ്യ വിഷയങ്ങളെയും അതിൻ്റെ സാരാംശങ്ങളെയും പറയാനും വേദാന്തത്തിൽ പ്രയോഗിക്കുന്ന പ്രധാന പദങ്ങളെ മനസ്സിലാക്കി തരികാനുമായിട്ടാണ് ശരിക്കും പറഞ്ഞ തത്വബോധം എന്ന ഗ്രന്ഥം നമ്മൾ പഠിക്കുന്നത് തന്നെ. ശരിക്കും ഇത് ആദ്യം പഠിക്കേണ്ടതാണ്. ഇത് പഠിച്ചിട്ട് ബാക്കിയെല്ലാം പഠിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഒന്നും നമുക്ക് വ്യക്തമാവില്ല. ഇതിപ്പോ ഓരോ പദങ്ങളും ഇവിടെ വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇനി ഉപനിഷത്തിലേക്കും മറ്റുള്ള ഗ്രന്ഥങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ വേഗം പെട്ടെന്ന് മനസ്സിലാവും ഓരോ പദങ്ങളും ഉപയോഗിക്കുമ്പോൾ അതിന്റെ മീനിങ്. അപ്പൊ ഈ ഗ്രന്ഥത്തില് 5 പ്രധാന കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ 1മത്തെ സാധനാ ചതുഷ്ടയ സമ്പത്തി നമ്മൾ നോക്കി. അതായത് അധികാരിത്വം. വേദാന്തം വഴി ജ്ഞാനം വന്ന് ജ്ഞാനം വഴി മോക്ഷം ലഭിക്കും. ജ്ഞാനം ലഭിക്കാനോ അധികാരിത്വം വേണം. അപ്പൊ അധികാരിത്വം സമ്പാദിച്ച് വിചാരം ചെയ്യണം. ഈ തത്വബോധം പഠിച്ചാൽ മാത്രമേ ശബ്ദജ്ഞാനത്തിന്റെ കൂടെ അർത്ഥജ്ഞാനവും ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ശബ്ദജ്ഞാനത്തിന്റെ കൂടെ അർത്ഥജ്ഞാനം കൂടി ഉണ്ടാവുകയുള്ളൂ.
അപ്പോ വിശപ്പ് മാറാൻ നമുക്ക് സാധാരണ നിലയ്ക്ക് ഭക്ഷണം വേണം, അല്ലെ? ഭക്ഷണം പാകം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ആ ജോലിയാണ് കൂടുതൽ സമയമെടുക്കുന്നത്. അപ്പോ അതാണ് അധികാരിത്വ സമ്പാദനം എന്ന് പറയുന്നത് അവിടെയാണ്. ഓരോ വായ കഴിക്കും തോറും വിശപ്പ് മാറുന്നത് പോലെ ഓരോ കാര്യം പഠിക്കും തോറും തത്വഗ്രഹണം കുറേശ്ശെ ബെറ്ററായി വരും. അതായത് അറിവ് വളർന്ന് വരണം, ആസ്വാദ്യമായി നമുക്ക് തോന്നുകയും വേണം. അത് ഈ പദങ്ങളുടെ അർത്ഥമൊക്കെ മനസ്സിലായാലേ ആസ്വാദ്യത വരുള്ളൂ. അപ്പൊ സാധനാചതുഷ്ടയ സമ്പത്തി നേടുന്നത് തന്നെയാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം. അതുകൊണ്ടാണ് അത് ആദ്യം അത് വെക്കാൻ കാരണം. അത് മനസ്സിലാക്കി അത് നമ്മൾ നന്നായിട്ട് നേടാൻ വേണ്ടി കാര്യമായിട്ട് പ്രയത്നിക്കാം. അപ്പോഴേ ശരിയായിട്ടുള്ള അർഹത നമുക്ക് ആവുകയുള്ളൂ. ഇനി നമ്മൾ പോകുന്നത് ജ്ഞാനയോഗത്തിലേക്കാണ്. ഇനിയാണ് ജ്ഞാനയോഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. ശ്രവണം, വിചാരം, ഇതൊക്കെയാണ് അതിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോ അധികാരിത്വം നിർബന്ധമായിട്ടും ആവശ്യമാണ്, അല്ലെങ്കിൽ അത് വേണ്ട രീതിയിലാകില്ല. പിന്നെ പറയുന്നുണ്ട്, അധികാരിത്വം സ്വല്പം കുറവാണെങ്കിലും കുഴപ്പമില്ല, വിചാരം ചെയ്തുകൊണ്ടിരുന്നാൽ മെല്ലെ മെല്ലെ നമ്മൾ തന്നെ അതിനു വേണ്ടി ശ്രമിക്കും എന്ന് പറയുന്നു. കാരണം വിചാരം ജ്ഞാനത്തെ ഡയറക്റ്റ് ആക്കിയിട്ട് നമുക്ക് തരും, ഇല്ലേ? വിചാരം ചെയ്യുമ്പോഴാണ് ജ്ഞാനം ഉണ്ടാവുക. അപ്പൊ അധികാരിത്വം ഇത്തിരി കുറവാണെങ്കിലും വിചാരം ചെയ്യലിൽ നിന്ന് പുറകോട്ട് പോകരുത്. അപ്പോ ഈ അധികാരിത്വ സിദ്ധി എന്ന് പറഞ്ഞൊരു അവാന്തര ഫലവും അതോടുകൂടി സംഭവിക്കും. ഈ വിചാരം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അധികാരിത്വ സിദ്ധി അവിടെ വരും. എന്തൊക്കെ നമ്മൾ അങ്ങനെ ആയി മാറും. അപ്പൊ പല വേദാന്ത വിഷയങ്ങളും പിന്നീട്, അതായത് നമ്മളിപ്പോ ഓരോന്നൊക്കെ നോക്കുന്നു, പക്ഷെ ഒരു 4-5 വർഷം കഴിഞ്ഞ് കേൾക്കുമ്പോ നമുക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോഴേക്കും ഒരു പാകതയും പക്വതയും ഒക്കെ വന്നിരിക്കും. അപ്പോ അത് കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പൊ നമുക്ക് കേൾക്കുമ്പോ ഉള്ള ഒരു മാനസികാവസ്ഥയെക്കാട്ടിലും ബെറ്റർ ആയിരിക്കും ഒരു 4-5 വർഷം കഴിയുമ്പോൾ. കാരണം ഈ പല സാധനങ്ങളും നമ്മൾ മെല്ലെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെ കൊണ്ടുവന്ന് ഒരു പക്വത വരും കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ. അത് അവാന്തര ഫലം കൊണ്ടാണ് വരുന്നത്. ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുമ്പോൾ ഇതിന്റെ ഒരു അവാന്തര ഫലം പിന്നീട് നമുക്ക് ലഭിക്കുമെന്ന് ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. തത്വവിവേക കഹ. അപ്പൊ പറയുന്നു, ആത്മാ സത്യം തദന്യത് സർവം മിഥ്യ ഇതി. അതാണ് മിഥ്യേതി എന്ന് പറയുന്നത്. തദന്യത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മനഃ അന്യത് സർവം മിഥ്യ. അതാണ് തദന്യത് എന്ന് പറഞ്ഞതിന്റെ സാരം. എന്താണ്? ആത്മനഃ അന്യത്, ആത്മാവല്ലാതെ സർവം മിഥ്യ, ബാക്കിയെല്ലാം മിഥ്യയാണ് എന്നാണ്. അപ്പൊ ചോദ്യം ഒന്നുകൂടെ നന്നായിട്ട് മനസ്സിലായാലേ നമുക്ക് ഉത്തരം മനസ്സിലാവും. ചോദ്യം മനസ്സിലാകാതെ പിന്നെ ഉത്തരം മനസ്സിലാവൂ? ഇല്ല. അപ്പൊ ചോദ്യം ഒന്നുകൂടെ മനസ്സിലാക്കണം. എന്താണ് വിവേകം എന്നാൽ? അറിവ്, അല്ലെ? തത്വ വിവേക കഹ എന്നാണ് ചോദിച്ചത്. വിവേകം എന്നാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്? അറിവിനെയാണ് വിവേകം എന്ന് പറയുന്നത്. അപ്പോ വിവിനക്തി ഇതി വിവേക, അതാണ് സംസ്കൃതത്തിൽ തന്നെ പറയാം. വിവിനക്തി ഇതി വിവേക. ഡിസ്ക്രിമിനേഷൻ, തരം തിരിച്ച് കാണല്, ഡിസ്ക്രിമിനേറ്റീവ് പവർ എന്ന് പറയുമല്ലോ. മനുഷ്യന് മാത്രമുള്ളതാണ് ഡിസ്ക്രിമിനേറ്റീവ് പവർ, തരം തിരിച്ച് കാണൽ. ഇവിടെ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ മോശമായിട്ട് മാറ്റി നിർത്തുന്നതിനും ഈ വാക്ക് ഉപയോഗിക്കും. അയാൾ ഒരു ഡിസ്ക്രിമിനേറ്റ് ചെയ്തു ഒരു ഗ്രൂപ്പിൽ വന്നപ്പോ എന്ന് പറയുമ്പോൾ അത് നല്ല രീതിയിലുള്ള ഉപയോഗമല്ല. ഇവിടെ അതല്ല. ഇവിടെ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ തരം തിരിച്ച് നന്നായിട്ട് അതിനെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യത്തിനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, മോശമായിട്ടുള്ള അർത്ഥത്തിലല്ല. അപ്പൊ എങ്ങനെയുള്ളതിനെയാണ് തരം തിരിച്ചെടുക്കേണ്ടത് എന്നാണ് ഇവിടുത്തെ ചോദ്യം. എങ്ങനെയുള്ളതിനെയാണ് ഈ തരം തിരിച്ചെടുക്കുന്നത്? തരം തിരിക്കേണ്ടി വരുമ്പോഴെപ്പോഴാ? നമുക്ക് അരി മേടിക്കുമ്പോ ഇപ്പൊ സോർട്ടഡ് റൈസ് പോട്ടെ, അല്ലാതെ സാധാരണ നമ്മൾ അരിയൊക്കെ മേടിക്കുമ്പോൾ അരിയും കല്ലുണ്ടാവും. അല്ലേ? പണ്ടൊക്കെ പ്രത്യേകിച്ചും അരിയും കല്ലും വേർതിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോ മുറത്തിലൊക്കെ ഇട്ട് ചേറിയിട്ടും അങ്ങനെ പല രീതിയിലും, അല്ലെങ്കിൽ പാത്രത്തിലെ വെള്ളത്തിലിട്ട് ഒന്ന് അരിച്ച് എടുക്കുമ്പോൾ അടിയിൽ അരി വരും, അടിയിൽ കല്ല് വരും, മുകളിൽ അരി ഉണ്ടാവും. അങ്ങനെ എടുക്കുക, അതൊക്കെ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പിന്നെ സോർട്ടഡ് കിട്ടുന്നുണ്ട് കല്ലില്ലാതെ. പോട്ടെ, കല്ലുള്ള ഒരു ബാഗ് അരി കിട്ടി എന്ന് വിചാരിക്കാം. ഒരു 2 കിലോ അരി മേടിച്ചു, കല്ലുണ്ടായിരുന്നു. അപ്പോ അതിനെ തരംതിരിക്കും. എന്തുകൊണ്ടാണ് തരംതിരിക്കുന്നത്? കല്ലുണ്ട് എന്നുള്ളത് കൊണ്ട്. അരി മാത്രമാണെങ്കിൽ തരംതിരിക്കണ്ട, അവിടെ ഇതിന്റെ ആവശ്യം വരുന്നില്ല.
അരിയും കല്ലും, അതായത് ഒന്നിന്റെ കൂടെ വേറൊന്ന് ചേർന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് തരംതിരിക്കൽ, തിരിച്ചെടുക്കൽ വേണ്ടി വരുന്നത്. അപ്പോ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നത് കൊണ്ടാണ്, വേറെ ഒന്ന് അതിനോട് ചേർന്നിട്ടുള്ളത് കൊണ്ട്. അപ്പോ ഏതിനെ കുറിച്ചുള്ള വിവേകമാണ് നമുക്കിവിടെ വേണ്ടത്? തത്വവിവേകമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. തത്വവിവേക കഹ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ തത്വത്തെ തിരിച്ച് അറിയണം, അതിനാണ് തത്വവിവേകം വേണമെന്ന് പറയാൻ കാരണം. അപ്പൊ തത്വത്തെ നമ്മൾ ശരിയായി തരംതിരിച്ച് അറിയണം, തത്വത്തെ തിരിച്ച് അറിയണം. അപ്പൊ തത്വം എന്നാൽ എന്ത്? തത്വം എന്നാൽ സത്യം, ഉണ്മ എന്ന് പറയാം. സത്യം, ഉണ്മ, എന്നും ഉള്ളത്, നാശമില്ലാത്തത്, അതാണ് തത്വം. അപ്പോ തത്വബോധം അഥവാ തത്വവിവേകം എന്നാൽ സത്യത്തെ, ഉണ്മയെ ശരിയായി തിരിച്ച് അറിയുന്നതാണ് തത്വവിവേകം. ഉണ്മ, സത്യം, ഈ എന്താ പറയാ, ഈ ലോകം ഇപ്പൊ നമുക്ക് കാണുമ്പോൾ സത്യമായിട്ടുണ്ട്, പക്ഷെ പലതും നശിക്കുന്നുണ്ട്. അപ്പോ അതല്ല സത്യം, അതിന്റെ പുറകില് ഈ സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്ന ഒരു ശക്തി, അതാണ് സത്യം, അല്ലെ? ബാക്കിയെല്ലാം നശിച്ചു പോകുന്നു. അപ്പോ നശിക്കാത്ത ഒരു വസ്തു ഉണ്ട്, അതാണ് സത്യം. അതെന്നും സത്യമാണ്, ത്രികാലത്തിലും സത്യമാണ്, ഇന്നും സത്യമാണ്, നാളെയും സത്യമാണ്, മുമ്പും സത്യമായിരുന്നു. അതാണ് തത്വം എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ സത്യത്തെ അഥവാ ഉണ്മയെ പിരിച്ച് തരംതിരിച്ച് വേർതിരിച്ച് അറിയണം. അപ്പോ എന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പൊ അതില് വേറെ എന്തോ കലർന്നിട്ടുണ്ട്. നമ്മുടെ മനസ്സിപ്പോൾ വേറെ എന്തെയോ കലർത്തിയാണ് ഈ തത്വത്തെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോ വേറെ എന്തോ കലർന്നിട്ടുള്ളത് കൊണ്ടാണ് ഈ തത്വബോധം എന്നുള്ളത് പഠിക്കേണ്ടി വരുന്നത് തന്നെ, അല്ലെങ്കിൽ പഠിക്കണ്ട. അപ്പൊ ആത്മാ എന്ന് പറയുമ്പോ പ്യുവറായിട്ടല്ല നമ്മൾ മനസ്സിലാക്കുന്നേ, അതിൻ്റെ കൂടെ വേറെ എന്തോ കലർന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് പിരിച്ച് തിരിച്ച് അറിയണം എന്ന് പറയാൻ കാരണം. അപ്പൊ കലർന്നതിനെ മാറ്റി എടുക്കണം. ഇത് തത്വം, ഇത് തത്വമല്ലാത്തത് എന്ന് രണ്ടായിട്ട് തിരിച്ചെടുക്കണം, അല്ലെ? അപ്പോഴല്ലേ നമുക്ക് തത്വം കിട്ടുള്ളൂ. തത്വത്തിന്റെ കൂടെ വേറെ എന്തോ കലർന്നിട്ടുണ്ടെങ്കിൽ ആ കലർന്നതിനെ മാറ്റിയെടുക്കണം. അതിനാണ് തത്വവിവേകം എന്ന് പറയാൻ കാരണം. അതായത് കല്ല് കലർന്നിട്ടുള്ള അരിയിൽ നിന്ന് കല്ല് വേറെ, അരി വേറെ തിരിച്ചെടുക്കണം. അപ്പോ ഇവിടെ തത്വത്തില് അതത്വം കലർന്നിരിക്കുന്നു, തത്വത്തിൽ അതത്വം കലർന്നിരിക്കുന്നു, തത്വമല്ലാത്തതെന്തോ ഇവിടെ കലർന്നിരിക്കുന്നു. ഈ അതത്വത്തെ മാറ്റി തത്വത്തെ തിരിച്ചറിയുന്നതിനാണ് വിവേകം എന്ന് പറയുന്നത്. അതത്വത്തെ മാറ്റി തത്വത്തെ തിരിച്ചറിയുന്നത് വിവേകം. തത് പ്ലസ് ത്വം ആണ് തത്വം. തത് പ്ലസ് ത്വം, തത്വം. സംസ്കൃതത്തില് ത്വം എന്നാൽ നീ എന്നുള്ളതിനാണ് ത്വം ഉപയോഗിക്കുക. നീ എന്ന് പറയുന്നതിന് ത്വം എന്ന് പറയും. പക്ഷെ ഇവിടെ ആ അർത്ഥമല്ല ഇവിടെ എടുക്കുന്നത്. ഇവിടെ എടുക്കുന്നത് ത്വം എന്നാൽ ഒരു സ്വഭാവത്തെയാണ് എടുക്കുന്നത്, ഒരു ക്യാരക്ടർ എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ എടുക്കുന്നത്. പ്രത്യേകം മനസ്സിലാക്കണം. ത്വം എന്ന് സാധാരണ സംസ്കൃതത്തിൽ പറയുമ്പോൾ നീ എന്നുള്ള ത്വം യുവാം യുവം, നീ, നിങ്ങൾ രണ്ടുപേർ, നിങ്ങൾ എന്നുള്ള അങ്ങനെയുള്ള പദങ്ങളൊക്കെ ഉപയോഗിക്കും. ഇവിടെ അതല്ല. ഇവിടെ ഒരു സ്വഭാവം, ഒരു ക്യാരക്ടർ, ഒരു തനിമ. അതിനെ മനസ്സിലാക്കാൻ എളുപ്പം മനുഷ്യത്വം, അവിടെ ത്വം അല്ലേ ഉപയോഗിക്കുന്നത്, മനുഷ്യ. ഇപ്പൊ മനുഷ്യത്വം, അപ്പൊ എന്താണ് അവിടെ? നീ എന്നുള്ളതാണോ? അല്ലല്ലോ, ഒരു ക്യാരക്ടറിനല്ലേ പറയുന്നത്. മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സ്വഭാവം. പിന്നെയോ ദേവത്വം, മൃഗത്വം, മൃദുത്വം, കഠിനത്വം, അതിൻ്റെയൊക്കെ വാക്കുകളിലെ ത്വം വന്നിരിക്കുന്നത് എങ്ങനെ? നീ എന്നുള്ള അർത്ഥത്തിലല്ലല്ലോ. അതുപോലെയാണ് ഇവിടെ തത്വം എന്നുപയോഗിക്കുന്നത്. തത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? ആ വസ്തു. ഏത് വസ്തു? ഒരിക്കലും നാശമില്ലാതിരിക്കുന്ന, എന്നും ഉള്ള ഒരു വസ്തു. അപ്പോ അതിൻ്റെ തനിമയെ അറിയാൻ, അതിൻ്റെ സ്വഭാവം, അതിൻ്റെ ക്യാരക്ടർ, അതിൻ്റെ ഉണ്മ, ആ വിഷയത്തിന്റെ തന്മ മനസ്സിലാവുന്നുണ്ടോ? തത്ത് പ്ലസ് ത്വം,
മൃഗത്വം, മനുഷ്യത്വം, കഠിനത്വം, മൃദുത്വം എന്നൊക്കെ പറഞ്ഞ പോലെ തത്വം, തത്വം. അപ്പോ അതിന്റെ തത്ത് എന്ന് പറഞ്ഞ ആ വസ്തുവിന്റെ നാശമില്ലാത്ത എന്നും നിലനിൽക്കുന്ന നിത്യമായതിന്റെ തനിമ, സ്വഭാവം, ഉണ്മ, അതാണ് തത്വം. അപ്പൊ ചോദിച്ചു അതിന്റെ എന്നാൽ എന്താണ്? ആ വസ്തു എന്ന് പറഞ്ഞല്ലോ തത്, അത് ഏതാണ്? ഏതിനെ എടുക്കുന്നുവോ അതിന്റെ അല്ലേ നമ്മൾ തത്വം നോക്കുക. അപ്പൊ നമ്മളൊരു കാര്യത്തിന്റെ തത്വം അറിയണമെങ്കിൽ ഇതിന്റെ തത്വം എന്താണ് നമ്മൾ ചോദിക്കാറില്ല, അത് വേറെ കാര്യം. നമുക്ക് അങ്ങനെ ഒരു ധാരണയില്ല. അതുകൊണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ആഭരണം എടുത്തിട്ട് ഒരു മാല, ആ മാലയെ കാണിച്ചിട്ട് ഇതിന്റെ തത്വം എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? അതിന്റെ തത്വം സ്വർണമാണ്. അതേമാതിരി ഒരു കസേര എടുത്തിട്ട് ഇതിന്റെ തത്വം എന്താണെന്ന് വെച്ചാൽ എന്താണ്? ആ കസേര ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മരം കൊണ്ട്. അതിന്റെ തത്വം മരമാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ചോദിക്കാറില്ല, നമ്മുടെ സാധാരണ യൂസേജിൽ നമ്മളത് ഉപയോഗിക്കാറില്ല. ആക്ച്വലി മനുഷ്യത്വം എന്താണ് എന്ന് വെച്ചാൽ ഇതാണ്, അല്ലെ? മനുഷ്യത്വം എന്താണെന്ന് അറിയാം, മൃഗത്വം എന്താണെന്ന് അറിയാം. അതുപോലെ തന്നെ ഇവിടത്തെ തത്ത് എന്നാൽ ഏതിന്റെ എന്നുള്ള ചോദ്യം വരുമ്പോ ഒരു ഗിവൺ ഒബ്ജക്റ്റിന്റെ റിയാലിറ്റി എന്ത് എന്നാണ് ചോദ്യം. ഒരു ഗിവൺ ഒബ്ജക്റ്റ്, ഒരു തന്ന വസ്തുവിന്റെ റിയാലിറ്റി എന്ത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോ വിവേകം എന്നാൽ പിരിക്കലാണ്. ഏതിനെ ആണ് ഇവിടെ പിരിക്കുന്നത്? ഇവിടെ അതത്വത്തിൽ നിന്ന് തത്വത്തെ രണ്ടും കലർന്നിരിക്കുന്നു, അപ്പോൾ തിരിച്ചെടുക്കും. ഇപ്പോൾ പ്രപഞ്ചത്തിന്റെ ഉണ്മയായി ഉള്ളതേതോ, പ്രപഞ്ചത്തില് ഉണ്മയായി ഉള്ളതേതോ അതിന്റെ തത്വമാണ് നമ്മൾ നോക്കുന്നത്. എൻറ്റയർ ക്രിയേഷന്റെ, പ്രപഞ്ചത്തിലെ മുഴുവൻ ക്രിയേഷന്റെയും അതിന്റെ സത്യം എന്താണോ അതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ സത്യമെന്തോ, ഉണ്മയെന്തോ അതിനെ അന്വേഷിക്കുന്നു. മൂന്ന് കാലത്തും മാറാതിരിക്കുന്നത് ഏതാണോ അതിനെ അന്വേഷിക്കുന്നു. അപ്പൊ എന്താ അവിടെ ബുദ്ധിമുട്ട്? അത് നശിക്കുന്ന പലതുമായിട്ട് കലർന്നിരിക്കുന്നു. നമ്മൾ കാണുന്നതെല്ലാം നശിക്കുന്നത്, നമ്മുടെ ശരീരം സഹിതം എല്ലാം നശിക്കുന്നതാണ്. അപ്പൊ ഇതുമായിട്ട് ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടിയതല്ലേ, ഇതെല്ലാം കൂടെ കലർന്നല്ലേ ഇരിക്കുന്നത്. മരങ്ങൾ നശിക്കും, എല്ലാം നശിക്കുന്നുണ്ട്, അല്ലെ? ഉണ്ടാകുന്നുണ്ട്, വീണ്ടും നശിക്കുന്നുണ്ട്. പലതും അഗ്നിപർവ്വതങ്ങൾ പൊട്ടുന്നു, വരുന്നു, പോകുന്നു. എവിടുന്ന് ഉണ്ടാകുന്നു, പിന്നെ അത് പുകഞ്ഞു പൊട്ടിപ്പോകുന്നു, ഇല്ലാണ്ടാവുന്നു, എല്ലാം പഴയ പോലെ ആവുന്നു. പ്രളയം വരുന്നു, തിരിച്ചു പോകുന്നു. പുതിയ പുതിയ രീതിയിൽ എല്ലാം മാറി ഒഴുകുന്നു പല സ്ഥലങ്ങളിൽ നിന്നും. പർവ്വതങ്ങൾ പൊട്ടി തകരുന്നു, മണ്ണിടിച്ചിലെല്ലാം വന്ന്, ഉരുൾപൊട്ടലെല്ലാം വന്ന് അതിനകത്തുനിന്നെല്ലാം പുറത്ത് ചാടുന്നു. ഇതെല്ലാം പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഇതിന്റെ പുറകിൽ എന്തോ ഒരു നിത്യമായ ഒരു ശക്തി ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. കറക്റ്റ് സമയത്തിന് മഴ വരുന്നു, മേഘങ്ങൾ വരുന്നു, കടലിൽ നിന്ന് നീരാവിയാവുന്നു, മേഘം ഉണ്ടാവുന്നു, മഴ പെയ്യുന്നു, പോകുന്നു, അടുത്ത മഞ്ഞുകാലം വരുന്നു, ചൂടുകാലം വരുന്നു, വസന്തകാലം വരുന്നു. ഇങ്ങനെ മാറി മാറി ഇതെല്ലാം എത്രയോ കാലമായി നമ്മുടെ ചെറിയ സ്പാനിൽ തന്നെ നമ്മളിത് കാണുന്നുണ്ട്. നമ്മുടെ സ്പാൻ എന്ന് പറഞ്ഞ ഒരു 80-90 വയസ്സിലുള്ള സ്പാനിനകത്ത് തന്നെ നമ്മളിത് കാണുന്നു. ഇങ്ങനെ എത്രയോ കാലം കഴിഞ്ഞു. അതിങ്ങനെ അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്റവും ഇല്ല. എല്ലാം അങ്ങനെ വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു, വരുന്നു. എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞു. നമ്മൾക്കും കഴിഞ്ഞ, നമുക്ക് അറിയുന്നത് മാത്രമേ ഉള്ളൂ. എത്രയോ കഴിഞ്ഞിട്ടാണല്ലോ മനുഷ്യജന്മം കിട്ടുന്നത്. അപ്പോ ഇതിന്റെ കൂടെ നമ്മൾ ഈ കാണുന്നതിനൊക്കെയാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. അപ്പൊ ഈ ഒറിജിനൽ ആ ഒരു ഉണ്മ, ആ ഒരു സത്യത്തിന്റെ കൂടെ നമ്മൾ കാണുന്നത് എന്താണ്? ഈ നശിക്കുന്നതിലത്തിനെ അതിന്റെ കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുന്നത്? ഈ തത്വം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ കാണുന്നതൊക്കെയാണ് എന്നാണ് നമ്മുടെ മനസ്സിലെ ധാരണ. അതിനെയാണ് ഇവിടെ മാറ്റിത്തരുന്നത്. അരിയിൽ കല്ല് കലർന്നിരിക്കുന്ന പോലെ നമ്മുടെ മനസ്സില് യഥാർത്ഥമായ സത്യത്തിന്റെ കൂടെ ഈ കാണുന്ന സത്യമല്ലാത്തതും കലർന്നിരിക്കുന്നു. അപ്പൊ അതിനെയാണ് ഇവിടെ തിരിച്ച് മനസ്സിലാക്കി തരുവാനായിട്ട് ശ്രമിക്കുന്നത് ശങ്കരാചാര്യ സ്വാമികൾ. അപ്പോൾ ചോദ്യം വരുന്നു, അസത്യം സത്യത്തിൽ എങ്ങനെ കലരും? നമ്മൾ പെട്ടെന്ന് ചോദിക്കില്ല കേട്ടോ. അതൊക്കെ വലിയ മിടുക്കന്മാര്, നേരത്തെ പണ്ടത്തെ മഹർഷിമാരും അവരിതൊക്കെ എഴുതുമ്പോൾ അവർ ചോദിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള സംശയമൊന്നും വരില്ല. എന്തോ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് വിടും, അല്ലേ? ഈ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടായോ? ഇപ്പോ അസത്യത്തിൽ സത്യം എങ്ങനെ കലരുന്നു? ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ വളരെ ഗംഭീരമായിട്ട് ചോദിച്ചിരിക്കുന്നു, അസത്യം സത്യത്തിൽ എങ്ങനെ കലരും? അപ്പോ ഒരു ഹാളില് കുറെ പേര് ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോ ഒരാൾ ചോദിക്കുന്നു, ഒരു ഹാളിൽ കുറെ പേര് ഇരിക്കുക. അപ്പൊ ഒരാൾ ചോദിക്കുന്നു, ഇവിടെ
കുരങ്ങുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ എല്ലാവരും ചുറ്റും നോക്കുന്നു, പരസ്പരം നോക്കുന്നു. ഇല്ല എന്ന് പറഞ്ഞു. കുരങ്ങുണ്ടോ എന്ന് ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. ഈ ഇല്ല എന്നതാണ് അസത്ത്. അവിടെ ഉണ്ടോ? ഇല്ല, ശരിക്കും ഇല്ലല്ലോ, ഇല്ല. ആ ഇല്ല എന്നുള്ളത് അസത്ത്. ഉള്ളതോ? ഉള്ളത് സത്ത്. അപ്പോ ഇല്ലാത്ത കുരങ്ങ് ഉള്ള മനുഷ്യരുടെ കൂടെ അവിടെ ഇല്ല. അപ്പോ എന്താണ്? ഇല്ലാത്തൊരു വസ്തുവാണ് ആ കുരങ്ങ് എന്ന് പറഞ്ഞത്. ഉള്ള ആൾക്കാരുടെ കൂടെ അവിടെ ഇല്ല. അപ്പൊ ഇല്ലാത്തത് കലരുമോ? അവിടെ ഒരു കുരങ്ങില്ലെന്നാ പറഞ്ഞേ. കുരങ്ങില്ല, ഇല്ലാത്തതാണ്. അപ്പൊ ഇല്ലാത്തത് ഉള്ള മനുഷ്യരുടെ കൂടെ കലരുമോ? കലരില്ല. അതുപോലെ ഇല്ലാത്തതല്ല ഇവിടെ, അല്ലെ? ഇല്ലാത്തതാണോ ഇവിടെ? അല്ല, ഇല്ലാത്തതല്ല. ഉള്ള കല്ലല്ലേ അരിയോട് കലർന്നത്, സത്യത്തോട് ചേർന്നത്? അപ്പോ ഉള്ളതല്ലേ കലർന്നത്, ഇല്ലാത്തതല്ലല്ലോ, അസത്യമല്ലല്ലോ, സത്യമാണല്ലോ. അതായത് ഒരു സത്യത്തോട് വേറൊരു സത്യം ചേരുന്നു. ഒരു സത്യത്തോട് വേറൊരു സത്യം ചേർന്നു. കല്ല് പോലെ ഇല്ലാത്തതല്ല. കുരങ്ങ് ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞ പോലെയല്ല. നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതുമാണ് ഇവിടെ ചേർന്നിരിക്കുന്നത്. അപ്പൊ അത് ഉള്ളതാണെന്നാണ്, സത്യമാണ് നമ്മുടെ നോട്ടത്തില്. അപ്പോ ഇല്ലാത്ത കല്ല് എങ്ങനെ സത്യത്തെ അരിയോട് കലരും എന്നുള്ള പോലെ ഇതാണ് ഇപ്പൊ സംശയം. ഇവിടെ ഈ അസത്യത്തെ, അസത്യമാണെന്ന് പറഞ്ഞു ഇവിടെ. അപ്പൊ ഈ അസത്യത്തെ മറ്റൊരു സത്യം ചേരുന്നു എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കല്ല് എങ്ങനെ സത്യത്തോട് ചേരും എന്ന ചോദ്യം വന്നപ്പോൾ അസത്യത്തെ രണ്ടായിട്ട് പിരിക്കാം. എങ്ങനെയാണ്? ഈ ഹോളിൽ കുരങ്ങൻ ഇല്ല. അപ്പൊ എന്താണ്? ശരിക്കും അസത്യം. ഇല്ല എന്നുള്ളത് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അസത്യം അനുഭവത്തിലില്ല. രണ്ടാമത്തത് അസത്യത്തെ വേറൊരു ആംഗിളിൽ നോക്കുമ്പോ വിചിത്രമായ അസത്യം, അതായത് ആശ്ചര്യമായത്, ഇല്ലാത്തതാണ്, പക്ഷേ അനുഭവത്തിൽ ഉണ്ട്. വിചിത്രമായ അസത്യം എന്ന് പറയും അതിനെ. ആശ്ചര്യമായ അസത്യം, ഇല്ലാത്തതാണ് പക്ഷെ അനുഭവത്തിൽ ഉണ്ട്. അതെങ്ങനെ? അപ്പൊ ഒരു ചോദ്യം, അതെങ്ങനെ എന്നൊരു ചോദ്യം. ഉദാഹരണം, മരുഭൂമിയിലെ ജലം നമ്മൾ നോക്കുമ്പോൾ മരുഭൂമിയിൽ വേദാന്തത്തിലെ എപ്പോഴും ഉപയോഗിക്കുന്ന ഉദാഹരണമാണ് മരുഭൂമിയിലെ ജലം, കയറിലെ പാമ്പൊക്കെ. മരുഭൂമിയിലെ ജലം ആക്ച്വലി ഉണ്ടോ? നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് കാണാം, കണ്ണിന് കാണാം അവിടെ ജലം പോലെ. അടുത്ത് ചെല്ലുമ്പോൾ ജലം ഇല്ല. അപ്പൊ ദൂരെ നിന്ന് നോക്കുമ്പോൾ അനുഭവത്തിൽ ഇല്ലേ? ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അനുഭവത്തിലുണ്ടോ? ഇല്ല. കയറും പാമ്പും ഉള്ള ഉദാഹരണത്തില് കയറിനെ കണ്ട് പാമ്പായിട്ട് തെറ്റിദ്ധരിക്കുന്നു. ആക്ച്വലി പാമ്പുണ്ടോ? ഇല്ല. പക്ഷേ നമുക്ക് പേടി തോന്നിയില്ലേ? അവിടെ പാമ്പാണ് എന്ന് ആദ്യത്തിനെ കണ്ടപ്പോ പെട്ടെന്ന് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ് കിടക്കുന്ന കണ്ടപ്പോ പാമ്പാണെന്ന് വിചാരിച്ചൊരു ഭയം വന്നില്ലേ? അരണ്ട വെളിച്ചത്തിൽ കണ്ടപ്പോൾ. അപ്പൊ അനുഭവത്തിൽ ഭയം വന്നോ? വന്നു. ആക്ച്വലി പാമ്പുണ്ടോ? ഇല്ല. അപ്പോ പാമ്പ് എന്നുള്ളത് അവിടെ അസത്യമല്ലേ? ആണ്. പക്ഷെ സത്യം പോലെ തോന്നുകയും ചെയ്തു, അനുഭവത്തിൽ വരികയും ചെയ്തു. അപ്പോ അനുഭവത്തിൽ ഇല്ലാത്തത് അസത്ത്, അസത്യം എന്ന് പറയാം. അനുഭവത്തിൽ ഉള്ളത് അതിനെപ്പോ എന്ത് പറയും? അനുഭവത്തിൽ ഇല്ലാത്തതിനെ അസത്യം എന്ന് പറയാൻ നമുക്ക് സംശയമില്ല. ഇവിടെ അനുഭവത്തിൽ ഉണ്ട്, പക്ഷെ യഥാർത്ഥത്തിൽ ഇല്ല പാമ്പ്. വളരെ വളരെ ഗഹനമായിട്ടുള്ള ഭാഗമാണ്. ഒത്തിരി പ്രാവശ്യം കേട്ടാലേ മനസ്സിലാവുള്ളൂ. യഥാർത്ഥത്തിൽ പാമ്പില്ല, മരുഭൂമിയിലെ യഥാർത്ഥത്തിൽ ജലമില്ല. അനുഭവത്തിൽ നമുക്ക് നോക്കുമ്പോൾ കാണുന്നു. കയറിലും അനുഭവത്തിൽ പാമ്പിനെ കണ്ടു ഭയക്കുന്നു. അപ്പോ അനുഭവത്തിൽ ഇല്ലാത്ത അസത്ത്, അത് അസത്യം. അനുഭവത്തിൽ ഉള്ളത്, പാമ്പിനെ കണ്ടു ഭയക്കുമ്പോ അനുഭവത്തിൽ വന്നല്ലോ. അനുഭവത്തിൽ ഉള്ള അസത്ത്, അതിന് വേറൊരു പേരുണ്ട്. ആ പേരാണ് മിഥ്യ എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. എന്താണ് മിഥ്യ? അനുഭവത്തിൽ ഉള്ളതും അതേസമയം അസത്യമായതുമാണ് മിഥ്യ. ഇല്ലാത്തതാണ് പക്ഷെ അനുഭവത്തിൽ ഉണ്ടെന്ന് തോന്നിക്കുന്നു. ഇവിടെ അസത്യമല്ല ഇവിടെ ഉള്ളത്. ഇവിടെ അനുഭവത്തിൽ പ്രപഞ്ചത്തെ നമ്മൾ കാണുന്നത് അസത്യമല്ല, ഇല്ലാത്തതല്ല.
ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നതാണ്. അതാണ് മിഥ്യ എന്ന് പറയുന്നത്. തത്വത്തിനോട് ഇത് കലർന്നിരിക്കുന്നു. ഈ ഉണ്ട് എന്നുള്ളൊരു വിചാരം തത്വത്തിനോട് കലർന്നിരിക്കുന്നു. തത്വവിവേകം എന്നാൽ സത്യ മിഥ്യ വിവേകം. തത്വവിവേകം എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പോ എവിടേക്ക് ചെന്നത്? സത്യ മിഥ്യ വിവേകം എന്നാക്കി ഇപ്പോ നമ്മൾ അവിടേക്ക് എത്തി. തത്വവിവേകം എന്നുള്ളത് സത്യമിഥ്യാ വിവേകം. ഇനി നമ്മൾ നോക്കുന്നത് ഈ വിചാരമാണ്, അതായത് സത്യം മിഥ്യ എന്നുള്ളതിന്റെ ആ വിഭാഗം. ഇവിടെ ഒറിജിനലും ഷാഡോവുമായി മിക്സ് ആയിരിക്കുന്നു. എങ്ങനെ? നമ്മുടെ ഒരു നിഴല് കാണുമ്പോൾ നിഴലും നമ്മളും തമ്മിൽ എങ്ങനെയാണോ മിക്സ് ആയിരിക്കുന്നത്, അതുപോലെയാണ് ഇവിടെ പ്രപഞ്ചത്തിലെ സത്യവും മിഥ്യയും തമ്മിൽ ഇരിക്കുന്നത്. നിഴല് യഥാർത്ഥമാണോ? ആണ്. എപ്പോ? നമ്മളുണ്ടെങ്കിലേ നിഴലുള്ളൂ. ആ വസ്തുവില്ലെങ്കിൽ നിഴലുണ്ടോ? അവിടെ ഉണ്ടാവില്ല. അപ്പോ ഒറിജിനലും ഷാഡോയും തമ്മിൽ മിക്സ് ആവുന്നു. കയറും പാമ്പും, ഇല്ലാത്ത പാമ്പും ഒന്നായി തോന്നുന്നു, അല്ലെ? കയറും പാമ്പുമാണ് അവിടെ, ഇല്ലാത്തതല്ലേ പാമ്പ്, പക്ഷെ ഒന്നായി തോന്നുന്നു. രണ്ടുള്ള പോലെ നമുക്ക് തോന്നുന്നു. പിന്നീട് സത്യം മനസ്സിലാക്കുമ്പോൾ അവിടെ ഒന്നേ ഉള്ളൂ. എന്ത്? കയറ് മാത്രം. കയറ് മാത്രമല്ലെങ്കിലും അത് പിരിച്ചു നോക്കേണ്ട കാര്യമില്ല, പിരിക്കേണ്ട കാര്യമില്ല, അറിയാതെ തന്നെ അറിയാമല്ലോ. കയറ് മാത്രമെങ്കിൽ പിരിച്ചു നോക്കേണ്ട കാര്യമില്ല, അല്ലാതെ അറിയാം. പക്ഷെ കയറിൽ പാമ്പിനെ കണ്ടതുകൊണ്ടാണ് അത് ശരിക്കും നോക്കേണ്ടി വന്നത്. വീണ്ടും അതിന്റെ അടുത്ത് പോയി ടോർച്ച് അടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അതിനെ മാടിയുണ്ടോ മറ്റേ തട്ടി നോക്കേണ്ടി വന്നത് എന്തുകൊണ്ടാ? കയറിൽ പാമ്പിനെ ദർശിച്ചത് കൊണ്ടാണ്. കയറ് മാത്രമാണെങ്കിൽ പിരിച്ചു നോക്കേണ്ട കാര്യമില്ല, ക്ലിയർ ആണെങ്കിൽ. പക്ഷെ മനസ്സിന് അങ്ങനെ അല്ല തോന്നിയത്, രണ്ടുള്ളത് പോലെ തോന്നി. പിന്നീട് ഒന്ന് എന്ന് മനസ്സിലാകുന്നു. അപ്പൊ കയറില് ഇല്ലാത്ത പാമ്പിനെ കാണുന്നത് കൊണ്ടാണ് പിരിച്ചു മനസ്സിലാക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടത്തെ തത്വത്തില് അതത്വമായ എന്തോ ചേർന്നിരിക്കുന്നതിലാണ് പിരിച്ചു നോക്കേണ്ടി വരുന്നത്, തത്വ വിചാരം ചെയ്യേണ്ടി വരുന്നത്, തത്വ വിവേകം ചെയ്യേണ്ടി വരുന്നത്, സത്യമിഥ്യാ വിചാരം ചെയ്യേണ്ടി വരുന്നത്. കാരണം ഇത് രണ്ടും പിരിക്കാൻ പറ്റാത്ത വിധം കലർന്നിരിക്കുന്നു. അപ്പൊ ലോകത്തെ ഇതുപോലെയാണ് പഠിക്കേണ്ടത്. സത്യവും മിഥ്യയുമായിട്ടാണ് പഠിക്കേണ്ടത്. ഏതാണ് സത്യം? മൂന്ന് കാലത്തും നിലനിൽക്കുന്നത്. ഈ മിഥ്യയായതിനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ശക്തി ആരുപയോഗിക്കുന്നുവോ ആ ശക്തി. കാരണം ഇതെല്ലാം വന്നു പോകുന്നു, നശിക്കുന്നു, വരുന്നു, പോകുന്നു, നശിക്കുന്നു. അപ്പോ അത് യഥാർത്ഥമല്ല. അപ്പൊ ഇതിനെ ചെയ്യുന്ന ഒരു ശക്തി വേറെയുണ്ട്, അതാണ് യഥാർത്ഥം. അപ്പൊ ഇവിടെ രണ്ടും കൂടെ മിക്സ് ആയിരിക്കുന്നു. അപ്പോ അടുത്തത് വരുന്നു, തത്വവിവേകം എന്നാൽ എന്ത് എന്ന് ശിഷ്യന്റെ ചോദ്യം. ഗുരു പറയുന്നു, ആത്മാ സത്യം, അതാണ് സത്യം. രണ്ടിലെ ഒന്ന്, ആത്മാ സത്യം. അപ്പൊ ചോദിക്കുന്നു, ആത്മാവിന്റെ തത്വമാണ് നോക്കേണ്ടത്, അല്ലേ? അപ്പൊ ആത്മാവാണ് സത്യം എന്ന് പറഞ്ഞു. ആത്മാ സത്യം, തദന്യത് സർവം മിഥ്യേതി എന്നാണ് മറുപടി. അപ്പൊ ആത്മാ സത്യം എന്നുള്ള ആദ്യത്തെ ആ വാക്കിനെയാണ് ഇപ്പൊ എടുക്കുന്നത്. ആത്മാവിന്റെ തത്വമാണ് നോക്കുന്നത്. അതില് ആത്മാ സത്യം എന്ന് ഗുരു ഉറപ്പിച്ചു പറഞ്ഞു. പിന്നെ പറയുന്നു, തത് അന്യത് സർവം മിഥ്യ, ആത്മാവിന് അന്യമായത് എല്ലാം മിഥ്യ എന്ന് ഗുരു പറയുന്നു. അവന്റെ മിഥ്യേതി മിഥ്യ ഇതി എന്നാണ്, മിഥ്യ ഇതി. അപ്പോ ഇതി എന്ന് പറയുമ്പോ ഇങ്ങനെ മനസ്സിലാക്കണം എന്നാണ് അവിടെയുള്ള ആ ഇതി എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ എടുക്കേണ്ടത്. എങ്ങനെ? ആത്മാ സത്യം, തദന്യത് സർവം മിഥ്യ ഇതി. അപ്പൊ അങ്ങനെ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ ഇതിനെ പ്രതിജ്ഞാവാക്യം എന്നാണ് പറയാ. ഇതിനെ പ്രതിജ്ഞാവാക്യം എന്ന് പറയും. ആത്മാവിൽ അനാത്മാ കലർന്ന് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അനാത്മാ എന്ന് പറഞ്ഞാൽ ആത്മാവല്ലാത്തത്. ഇപ്പോൾ നാം ആത്മാവിനെയും അനാത്മാവിനെയും ചേർത്ത് ഒന്നായി കണ്ടുകൊണ്ടിരിക്കുന്നു.
അവയെ രണ്ടായി പിരിച്ച് ഇതാണ് ആത്മാ ഇതാണ് അനാത്മാ എന്ന് നമ്മൾ കണ്ടുപിടിച്ച് മനസ്സിലാക്കണം. എന്നാലല്ലേ ഈ തത്വം മനസ്സിലാവുള്ളൂ. അപ്പൊ ആത്മാ എന്നത് അറിയാതെ എങ്ങനെ അനാത്മാവിനെ അറിയും? ഇല്ലേ? അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ചോദ്യം തന്നെ അതല്ലേ. ആത്മാവിനെ ശരിക്കും അറിഞ്ഞാലല്ലേ അനാത്മാവ് ഏതാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അടുത്ത ചോദ്യം വരുന്നു, ആത്മാ കഹ? ആത്മാ കഹ? അതിനുള്ള മറുപടി സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത. ഒരു ഭാഗം സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത. പിന്നെയോ പഞ്ചകോശ അതീത സൻ അവസ്ഥാത്രയ സാക്ഷി. പഞ്ചകോശ അതീത സൻ അവസ്ഥാത്രയ സാക്ഷി സച്ചിദാനന്ദ സ്വരൂപ സൻ. സച്ചിദാനന്ദ സ്വരൂപ സൻ യത് തിഷ്ഠതി സ ആത്മാ. യത് തിഷ്ഠതി സ ആത്മാ ആണ് ആത്മാവിന്റെ ഡെഫിനിഷനാണ്, കറക്റ്റ് ഡെഫിനിഷനാണ്. ആത്മാ കഹ? സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത പഞ്ചകോശ അതീത സൻ അവസ്ഥാത്രയ സാക്ഷി സച്ചിദാനന്ദ സ്വരൂപ സൻ യത് തിഷ്ഠതി സ ആത്മാ. അതായത് ഏറ്റവും ലളിതമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഞാൻ എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം? ഏറ്റവും ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ആത്മാ എന്ന് പറയുമ്പോൾ ഞാൻ എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥമാണ് ഇവിടെ പറയുന്നത്. ഞാൻ നടക്കുന്നു എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണേ, വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്, ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് എന്താണ് ആത്മാ എന്നുള്ളത്. ഞാൻ നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ ഞാൻ എന്ന് പറയുന്നു. സ്പഷ്ടമാണല്ലോ. ഞാൻ നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെയാണ് ഞാൻ എന്നുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യം. ഇനി ഒരു ഡോക്ടറുടെ അടുത്ത് പോയി, രണ്ടാമത്തെ കേസാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഡോക്ടറുടെ അടുത്ത് പോയി എന്താ പറയുക? എൻ്റെ ശരീരത്തിൽ വേദനയുണ്ട്, എൻ്റെ ശരീരത്തിൽ വേദനയുണ്ട്. അവിടെ എൻ്റെ എന്നൊരു വാക്കും വന്നു, ശരീരത്തിൽ നിന്നും വന്നു. അപ്പോ എൻ്റെ ശരീരം, അല്ലെങ്കിൽ എൻ്റെ കണ്ണിന് കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൈക്ക് ഒരു വേദനയുണ്ട്, എൻ്റെ കാലിനൊരു വേദനയുണ്ട്, എൻ്റെ നടുവിനൊരു വേദനയുണ്ട്, എൻ്റെ വയറ്റിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇവിടെ എന്തായി? നേരത്തെ പറഞ്ഞ കോമൺ ആയിട്ട് പറഞ്ഞ ഞാൻ നടക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ശരീരത്തെ കണ്ട പോലെയാണോ, സ്വന്തം ശരീരത്തെ ഉപയോഗിച്ച പോലെയാണോ ഇവിടെ ഉപയോഗിച്ച വാക്ക്? അല്ല. എന്റെന്നും ശരീരമെന്നും രണ്ടായിട്ട് പറഞ്ഞു. ഓർക്കണേ, ഇവിടെ രണ്ടായിട്ട് പറഞ്ഞു. ഈ രണ്ട് സന്ദർഭത്തിലും രണ്ട് അർത്ഥത്തിലല്ലേ ഞാൻ എന്ന പദപ്രയോഗം നടത്തിയത്? ആദ്യം എന്ത് പദമാണ് ഉപയോഗിച്ചത്? ഞാൻ നടക്കുന്നു എന്ന് പറയുമ്പോൾ മൊത്തമായിട്ട് ശരീരത്തെ ഫുള്ളായിട്ട് ഉപയോഗിച്ചു പറഞ്ഞു. ഞാൻ എന്നതിന് ശരീരം മാത്രം ഏകമായിട്ട് പറഞ്ഞു. ഇപ്പോഴോ എന്റെ ശരീരം വേദനിക്കുന്നു, എന്റെ കൈ വേദനിക്കുന്നു, എന്റെ കാല് വേദനിക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ടു വന്നു ഇവിടെ, എന്റെന്നും ശരീരം എന്നുള്ളതും. ഇനി അടുത്ത ഒരു സംഭവത്തില് കുറച്ചുകൂടെ മാറ്റം. I am very much disturbed. I am very much disturbed. ഞാൻ വല്ലാതെ വിഷമിക്കുന്നു, എൻ്റെ മനസ്സിൽ ചഞ്ചലപ്പുണ്ടായിരിക്കുന്നു. അപ്പോ എവിടെയാണ് ആ ഞാൻ? ആരാണ്? എനിക്ക് ഒരു സമാധാനവുമില്ല, എൻ്റെ മനസ്സ് വേവലാതിപ്പെടുന്നു, ഞാൻ ദുഃഖിക്കുന്നു, എനിക്ക് ശോകമുണ്ട്, ഞാൻ സന്തോഷിക്കുന്നു, ഞാൻ ഇപ്പോൾ വളരെ സന്തോഷവാനാണ്, ഞാനിപ്പോൾ വളരെ വിഷമിക്കുന്നു.
എനിക്ക് ദുഃഖമുണ്ട്, എന്റെ മനസ്സിൽ ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. അപ്പോൾ ഞാൻ ആരാണ്? എവിടെ പോയി? കൈയാണോ? എന്റെ കൈയാണോ കരയുന്നത്? എന്റെ കാലാണോ കരയുന്നത്? എന്റെ നാക്കാണോ കരയുന്നത്? എന്റെ വിഷമം എന്റെ കയ്യിലാണോ? എന്റെ കണ്ണിലാണോ എന്റെ വിഷമം? എവിടെയാണ് എന്റെ ശോകം? എവിടെയാണ് എന്റെ ദുഃഖം? എവിടെയാണ് ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്നത്? എന്റെ സമാധാനം പോയിരിക്കുന്നു. എവിടെയാണ് പോയിരിക്കുന്നത് സമാധാനം? അപ്പോൾ ഞാൻ ആരാണിപ്പോ? ഞാനിപ്പോ മനസ്സാണ്. അടുത്ത സ്റ്റേജിലേക്ക് വന്നു. ഞാൻ മാറി മാറി വരിക. ആദ്യം ശരീരം എന്ന് പറഞ്ഞു, പിന്നെ ദേഹം എന്ന് പറഞ്ഞു, ഇപ്പൊ എന്ത് പറഞ്ഞു? മനസ്സാണ് ഞാൻ. ഇനി അടുത്തത്, അതിലും വലിയ സ്റ്റേജിലേക്ക് പോവുക. നല്ല ഉറക്കം, ഡീപ്പ് സ്ലീപ്പ്. അപ്പൊ എന്ത് പറഞ്ഞു? എണീറ്റപ്പോ ഞാനൊന്നും അറിഞ്ഞില്ല. അങ്ങനെ പറയും. അല്ലെങ്കിൽ തന്നെ വേണ്ട, ഒരു കാര്യം ചോദിച്ചു. ഇപ്പോ താങ്കൾക്ക് ജർമ്മൻ ഭാഷ അറിയാമോ എന്ന് ചോദിച്ചു. ഇല്ല, എനിക്കറിയില്ല. അപ്പൊ ആരായി ഞാൻ? ഞാൻ അറിയാത്ത ഒരാളായി. അറിവില്ല, എനിക്ക് അറിവില്ല. താങ്കൾക്ക് സംഗീതം അറിയാവോ എന്ന് ചോദിച്ചപ്പോ അവ എനിക്ക് സംഗീതം അറിയാം. അപ്പൊ ഞാൻ ആരാണ്? അറിവുള്ളവൻ. നമ്മൾ അങ്ങനെയും പറയില്ലേ? ഞാൻ അറിവുള്ളവൻ എന്നും പറയും, ഞാൻ അറിവില്ലാത്തവൻ എന്നും പറയും. അങ്ങനെ ഒരു സ്വരൂപം കൂടെ നമുക്കുണ്ട്. അറിവുള്ളവൻ, അറിവില്ലാത്തവൻ. അപ്പൊ അറിവുണ്ട് എന്ന് പറയുമ്പോ എന്തിനെയാണ് അറിയുന്നത്? അറിയുന്നത് എന്തിനെ? അറിവിനെയാണ് അറിയുന്നത്. അറിവിനെ അല്ലേ അറിയുന്നത്? എന്തിനെ അറിയുന്നത്? ഒരു അറിവിനെ അറിയുന്നു. അങ്ങനെ ഞാൻ എന്ന പദം എന്തൊക്കെയായിട്ട് മാറി? ശരീരം, മനസ്സ്, അറിവ്, ബുദ്ധി. അല്ലെ? അറിയാന്ന് പറയാൻ ബുദ്ധി. ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോ എന്താണ് അവിടെ? എന്റെ ബുദ്ധി, ഞാൻ ബുദ്ധിയാണ്, ഞാൻ അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ട് അപ്പൊ ഞാൻ ബുദ്ധിയായി. അപ്പൊ അങ്ങനെ ഞാൻ എന്നതിനെ പല അർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കുന്നുണ്ട്. നന്നായിട്ട് ചിന്തിക്കണം ഈ ഭാഗം. അടുത്തൊരു ചോദ്യം, താങ്കൾ ജീവനോടെ ഉണ്ടോ എന്ന് നമ്മളോട് ചോദിച്ചാൽ എന്താണ് മറുപടി? ഉണ്ട്. അപ്പോൾ എന്താണ് എന്റെ സ്വരൂപം? ജസ്റ്റ് എക്സിസ്റ്റൻസ്. എന്താണ് എന്റെ സ്വരൂപം? ഉണ്മ, ഞാനുണ്ട്. അതാണ് എക്സിസ്റ്റൻസ് ആണ്. ഞാനുണ്ട്. താങ്കൾ ജീവനോടെ ഉണ്ടോ? ഉണ്ട്, എക്സിസ്റ്റൻസ്. അപ്പൊ ചോദിക്കുകയാണ്, കല്ല് മണ്ണ് പോലെ ജഡമാണോ താങ്കൾ? കല്ല്, മണ്ണ്, പാറ, കല്ലൊക്കെ കാണുന്നുണ്ട്. ഇതുപോലെ ജഡവസ്തുവാണോ താങ്കൾ? അപ്പൊ എന്തു പറയും? അല്ല, ഞാൻ ജഡമല്ല, എനിക്ക് ജീവനുണ്ട്, ഞാൻ ചൈതന്യമാണ്. അറിവ് സ്വരൂപമാണ്. അപ്പൊ എന്തായി? കോൺഷ്യസ് പ്രിൻസിപ്പിൾ അവിടെ വന്നു. എന്തോന്നു? കോൺഷ്യസ് പ്രിൻസിപ്പിൾ. ബോധമുണ്ട് എനിക്ക്. കല്ലിനും മണ്ണിനും ബോധമില്ല, എനിക്ക് ബോധമുണ്ട്. ഞാൻ അറിവ് സ്വരൂപമാണ്. അപ്പോ ഈ പറഞ്ഞതില് ഇപ്പൊ കുറെ ഞാന പറഞ്ഞു അല്ലേ? എത്ര ഞാനാ വന്നേ? ഞാൻ 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 പലതും വന്നു. ഇതിൽ ശരിക്കും ഞാൻ ആരാണ്? അതാണ് നമ്മുടെ ചോദ്യം. ഇതില് ശരിയായിട്ടുള്ള ഞാൻ ആരാണ്? അതിനാണ് ഇത്രയും കാലം ഇത് മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുറെ കാലമായി തുടങ്ങിയിട്ട് പഠിത്തം. എന്താണ്? ഞാൻ ആരാണെന്ന് അറിയാനാണ്. രമണ മഹർഷി പറയുന്ന പോലെ പോയി നോക്കിട്ടോ പഠിച്ചു പോവാ. ഞാൻ ആര് എന്ന് പാര് എന്നാ പറയുന്നത്. ഞാൻ ആരെன்று പാർ. അപ്പോ ഞാൻ ആര്? ശരിക്കും ഞാൻ ആര്? ഇങ്ങനെ പല ഞാനെ കണ്ടു. ഇപ്പൊ നമ്മള് ഡോക്ടറെ അടുത്ത് പോകുമ്പോ ഒന്ന് കണ്ടു, വിഷമിക്കുമ്പോ ഒന്ന് കണ്ടു, അറിവിന്റെ കാര്യത്തിൽ ഒന്ന് കണ്ടു, ബുദ്ധി പ്രയോഗിക്കുമ്പോ ഒന്ന് കണ്ടു. അതാരാണ് ഞാൻ? അപ്പോ ഞാൻ എന്ന പദത്തിന്റെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന അർത്ഥം ശരിയാണോ അല്ലേ?
ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് സാധാരണ പോലെ ചിന്തിക്കുക. നമ്മളെല്ലാവരും ഇപ്പോൾ ഞാൻ എന്ന് വിചാരിച്ചിരിക്കുമ്പോ ആ പദത്തിന്റെ അർത്ഥം ശരിയാണോ? നന്നായിട്ട് ചിന്തിക്കണം. കുറെ ഞാനെ പറഞ്ഞു. ഈ ഞാനില് നമ്മളിപ്പോ വിചാരിച്ചിരിക്കുന്ന ഞാൻ ശരിയാണോ? ഇവിടെയാണ് വേദാന്തം തുടങ്ങുന്നത്. ആർക്കൊരാൾക്ക് ഈ ചിന്ത വരുന്നുവോ, യഥാർത്ഥ ഞാൻ ആര് എന്ന ചിന്ത ആർക്കു വരുന്നുവോ, അവിടെയാണ് വേദാന്തം ആരംഭിക്കുന്നത്. സാധനാ ചതുഷ്ടയം എന്നുള്ള ഗേറ്റിൽ കൂടി അകത്തേക്ക് പ്രവേശിക്കുന്നു. സാധനാ ചതുഷ്ടയത്തിൽ കൂടി ആ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നു. എന്തിന്? ഞാൻ ആര് എന്നറിയാൻ, യഥാർത്ഥ ഞാൻ ആര് എന്നറിയാൻ. ഇവിടെയാണ് തത്വവും അതത്വവും ചേർന്നിരിക്കുന്നത്. ഈ സംഭവത്തിലാണ് തത്വവും അതത്വവും ചേർന്നിരിക്കുന്നത്. ഞാൻ എന്ന് പറഞ്ഞതിൽ ശരിയായ അർത്ഥവും ഉണ്ട്, അല്ലാതെയുള്ള അർത്ഥവും കലർന്നിരിക്കുന്നു. വാസ്തവമല്ലേ? എത്ര നന്നായിട്ടാ ശങ്കരാചാര്യരുടെ അത് പറഞ്ഞു തന്നിരിക്കുക, എത്ര ഭംഗിയായിട്ടാ പറഞ്ഞു തന്നിരിക്കുന്നത്. ഞാൻ എന്ന് പറയുന്നതില് സത്യവും ഉണ്ട്, അതത്വവും ഉണ്ട്, കലർന്നിരിക്കുന്നു. എങ്ങനെ അത് തെളിയിക്കും? എങ്ങനെ അത് നിരൂപിക്കും? കലർന്നിരിപ്പുണ്ട്. നമ്മളിപ്പോ 5-6 ഞാനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ നമുക്കിത് മനസ്സിലായിട്ടുണ്ട്. വേദാന്തത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അപ്പോൾ അടുത്തത് അതെങ്ങനെ തെളിയിക്കും, അതെങ്ങനെ നിരൂപിക്കും, അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവരുടെ പാദങ്ങളിൽ നമസ്കാരം. ഈ ഗഹനമായ തത്വം മനസ്സിലാക്കാനും അതുള്ളിൽ സ്ഥിരമായി നിൽക്കാനും കൂടുതൽ കൂടുതൽ പഠിക്കാനുമുള്ളൊരു ഭാഗ്യം ഭഗവാൻ തരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിഗഹനമായ ഭാഗത്തെ കൂടെയാണ് ഇനി പോകുന്നത്. വളരെ ഗഹനമായ ഭാഗങ്ങളിൽ കൂടെയാണ്. അതിനോടൊരു ശ്രദ്ധ ഭഗവാൻ തരട്ടെ. ആ വേദാന്തത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. നന്നായിട്ട് ചിന്തിക്കണേ. ഒരുപാട് ചിന്തിക്കാനുള്ളൊരു സംഗതിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. ശരിക്കും ആലോചിക്കണം. അടുത്ത ക്ലാസ് തൊട്ട് വളരെ ഭംഗിയായിട്ട് മനസ്സിലാകും. സായിരാം. സായിരാം സർ. സായിറാം സർ.